യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 2, 3, 4 തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാവുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരീക്ഷയിലൂടെ കടന്നു പോകാത്ത മനുഷ്യരില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, വിശ്വസിക്കാത്ത വ്യക്തിയായിക്കോട്ടെ, എല്ലാവരെയും പരീക്ഷിക്കുവാനായിട്ട് പിശാചുണ്ടാകും. പിതാവായ ദൈവം തന്നെയായ തന്റെ പ്രിയപുത്രനായ യേശുവിന്റെ ജീവിതത്തിൽ പോലും പരീക്ഷ അനുവദിച്ചു. ദൈവത്തിന്റെ ആത്മാവാണ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തന്റെ പുത്രനായ യേശുവിനെ പിശാചിന്റെ പരീക്ഷയിൽ ജയിക്കുവാനായിട്ട് പറഞ്ഞുവിടുന്നത്. പിശാച് വെക്കുന്ന പരീക്ഷയിലെല്ലാം യേശു ജയിക്കുന്നു. ഇത് തന്നെയാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്ന, ദൈവത്തിന്റെ മാർഗത്തിൽ നടന്ന യേശു പിശാചിന്റെ പരീക്ഷയെ ജയിച്ചു. കല്ല് അപ്പമാകാൻ പറഞ്ഞപ്പോഴും, ദേവാലയത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ പറഞ്ഞപ്പോഴും, ലോകത്തിലെ സകല രാജ്യങ്ങളും സകല സമ്പത്തും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നിമിഷം എന്നെ ഒന്ന് കുമ്പിട്ടാരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞപ്പോഴും, ഈ പരീക്ഷ നമ്മുടെ മുന്നിലാണെങ്കിൽ, ഈ സമ്പത്തും ഈ ലോകരാജ്യങ്ങളുടെയും എല്ലാം ഉടമസ്ഥാവകാശം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ പരീക്ഷ, മറ്റൊരാളുടെ വസ്തു നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ, മറ്റൊരാളുടെ സമ്പത്ത് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ, മദ്യപിക്കുവാൻ, പുകവലിക്കുവാൻ, മോഷ്ടിക്കുവാൻ, അന്യന്റെ അതിര് മാന്തുവാൻ, അന്യന്റെ വസ്തുക്കൾ കാണുമ്പോൾ, അന്യന്റെ ഭാര്യയെ കാണുമ്പോൾ, നമ്മുടെ മുന്നിൽ പിശാച് വെച്ച പരീക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. ചില കുട്ടികൾ ക്ലാസ്സിൽ ടീച്ചർമാര് ചോദ്യം ചോദിക്കുമ്പോൾ പറയും, ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ആൻസർ പറയും. മിടുക്കന്മാരും മിടുക്കികളും. എന്നാൽ പലരും ആ വർഷത്തെ പരീക്ഷ കഴിയുമ്പോൾ തോറ്റുപോയിരിക്കും. ചില മിടുക്കന്മാരും മിടുക്കികളും ഒന്നും മിണ്ടാതെ ഇരിക്കും. അവർ മറ്റുള്ളവരുടെ മുന്നിൽ പൊട്ടന്മാരും പൊട്ടികളുമായിരിക്കും. പരീക്ഷ കഴിയുമ്പോൾ അവർക്ക് നല്ല മാർക്കുണ്ടായിരിക്കും. ദൈവം നോക്കുകയാണ്, നിന്റെ ജീവിതത്തിലെ പരീക്ഷ നീ പാസ്സാകുന്നുണ്ടോ? പരീക്ഷിക്കുന്നത് ദൈവമല്ല. ദൈവം ഒരിക്കലും തിന്മയാൽ പരീക്ഷിക്കുന്നില്ല. ദൈവം ഒരിക്കലും നമ്മളെ ട്രാപ്പിൽപ്പെടുത്തില്ല. ദൈവം ഒരിക്കലും മദ്യപിക്കുവാനോ പുകവലിക്കുവാനോ വ്യഭിചാരം ചെയ്യുവാനോ മോഷ്ടിക്കുവാനോ പ്രേരണ നൽകില്ല. അത് പിശാചാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും അവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇതിനെ മറികടക്കുന്നു എന്ന് ദൈവം നോക്കുന്നു. പ്രലോഭനങ്ങളും പ്രേരണകളും എപ്പോഴും ഉണ്ടാകും. അതിജീവിക്കാനുള്ള കരുത്ത് കർത്താവാണ് തരുന്നത്. വിജയം നൽകുന്ന കർത്താവ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട്, കൂടെയുണ്ട്. ഈശോയോട് പറയാം, എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളിൽ, പിശാച് വെക്കുന്ന പ്രലോഭനങ്ങളിൽ, പിശാച് വെക്കുന്ന പരീക്ഷയിൽ ജയിച്ച് അങ്ങയുടെ ഒപ്പമായിരിക്കാൻ എന്നെ സഹായിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓട്ടമത്സരത്തിൽ ഓടുമ്പോൾ നമുക്ക് അവർക്ക് പകരം ഓടാൻ പറ്റില്ല. എന്റെ മോൾ ജയിക്കണം, അവർക്ക് 1-ാം സ്ഥാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഗ്യാലറിയിൽ ഇരിക്കും. യേശു അടിമേടിക്കുമ്പോൾ, യേശു കുരിശ് ചുമക്കുമ്പോൾ, കുരിശിൽ കിടക്കുമ്പോൾ, നീ ഇറങ്ങി വരാമെങ്കിൽ വിശ്വസിക്കാമെന്ന് വെല്ലുവിളിക്കുമ്പോൾ
പിതാവാൻ ദൈവം നോക്കി നിൽക്കുകയാണ് തന്റെ പൊന്നോമന പുത്രൻ ജയിക്കുന്നത് കാണാൻ. ദൈവം കാത്തു നിൽക്കുകയാണ് ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും ജയിക്കുന്നത് കാണുവാൻ. കൂടെയുണ്ട്, ശക്തിയും ബലവും ധൈര്യവും തന്നുകൊണ്ട്. നമുക്ക് ജയിക്കണം എല്ലാ പരീക്ഷകളിലും. പൗലോസിനെ പോലെ നല്ല ഓട്ടം ഓടി 1-ാം സ്ഥാനം തന്നെ നമുക്ക് മേടിക്കണം. ദൈവമേ സഹായിക്കണമേ, വിജയം തരണമേ, അനുഗ്രഹിക്കണം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, എൻ യേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീരല്ല, എൻ യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയും ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയും ആഴങ്ങൾ കടന്നിടുമ്പോ, നടക്കുന്നതേ സുഭത്രേ ഞാനവൻ കരങ്ങളില. നടക്കുന്നതേ സുഭത്രേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കാൻ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 നല്ല വെയിലേറ്റ് കുറെ നേരം നടന്നു കഴിയുമ്പോൾ ദാഹം തോന്നും. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും അല്പം വെള്ളവുമായിട്ട് വന്നാൽ വലിയ സന്തോഷമായിരിക്കും തോന്നുക. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അനേകം മൈൽ ചൂടേറ്റ് യാത്ര ചെയ്യുമ്പോൾ മുകളിൽ സൂര്യന്റെ ചൂട്, താഴെ പൊള്ളുന്ന മണൽ, കണ്ണുകൾ നോക്കും എവിടെയെങ്കിലും ഒരു മരിപ്പച്ച ഉണ്ടായിരുന്നെങ്കിൽ, അല്പനേരം ഒന്ന് വിശ്രമിക്കാൻ എവിടെയെങ്കിലും ഒരു മരമുണ്ടായിരുന്നെങ്കിൽ ആ മരത്തിന്റെ കീഴെ അല്പസമയം ഇരുന്ന് തണലൊക്കെ ഒന്ന് ഏറ്റ് വിശ്രമിച്ച് കുറെ കൂടി ശക്തിയോടെ മുന്നോട്ട് പോകാമായിരുന്നു എന്ന്. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള ദാഹിക്കുന്ന അനുഭവങ്ങളും ചൂടേറുന്ന അനുഭവങ്ങളും മരുഭൂമി അനുഭവങ്ങളും ഒക്കെയായിട്ട് കടന്നു പോകുമ്പോൾ അതൊരു പക്ഷേ ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയായിരിക്കും. കയറിക്കിടക്കാൻ ഒരു സ്വന്തമായി വീടില്ലാത്ത അവസ്ഥയായിരിക്കും. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ല, വരുമാനമില്ല, വീടില്ല, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ, മുന്നിൽ ഭാവി വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ, രോഗത്തിന്റെ അവസ്ഥകൾ, വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല, സമാധാനവുമില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും നല്ല വീടുണ്ടായിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന
ജീവിതമായിരിക്കും നിങ്ങളുടേത്. വിഷമിക്കേണ്ട. ഈ അവസ്ഥയ്ക്കെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അവന്റെ ശക്തി, അവന്റെ ബലം അത്ര വലുതാണ്. കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉണ്ടാകുമ്പോൾ, ഒരു ദേശത്തെ വീടുകൾ തകർന്നു വീഴുമ്പോഴും, വലിയ വലിയ കെട്ടിടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോഴും, വൻ വൃക്ഷങ്ങൾ കടപുഴകി വീഴുമ്പോഴും ഒറ്റപ്പെട്ട മരങ്ങൾ മാത്രം വീഴാതെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതേപോലെ എത്ര വലിയ കാറുണ്ടായിക്കോട്ടെ, എത്ര വലിയ കോളുണ്ടായിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവം തരും. ദൈവം എനിക്ക് തണൽ തരും. ദൈവം എനിക്ക് വെള്ളവും വളവും തരും. ദൈവം എന്നെ വളർത്തും. ദൈവം എന്നെ നയിക്കും. ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഈ ജീവിത അവസ്ഥയിലേക്ക്, എൻ്റെ ഈ ജീവിത സാഹചര്യത്തിലേക്ക് നീ കടന്നു വരണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. പൂർണ്ണ മനസ്സോടെ നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ കാത്തു നിൽക്കുകയാണ് നിന്റെ സാന്നിധ്യത്തിനായിട്ട്. ഒരു തണൽ തേടും കുളിർച്ചു
രക്ഷക